കൂട്ടുകാരെ എല്ലാവർക്കും ഡി കണക്ഷൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഇലക്ഷൻ ഡേ ആണ്. അപ്പോൾ ഇലക്ഷൻ ഡേ ആയിട്ട് പൂമാലയിൽ ഇലക്ഷൻ എങ്ങനെയെന്നാണ് ഇന്ന് നമ്മൾ കണ്ടിട്ട്. അപ്പോൾ ഞാൻ രാവിലെ അല്ല വൈകുന്നേരം ഒരു 3:30 വോട്ടൊക്കെ ചെയ്തിട്ട് നിൽക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ 2 ബൂത്തുണ്ട്. മെയിനായിട്ട് ഇവിടെ പൂമാല സ്കൂളിലാണ് നമ്മുടെ മെയിൻ ആയിട്ട് വോട്ടിംഗ് കേന്ദ്രം എന്ന് പറയുന്നത്. ഇത് പൂമാല സിറ്റി, നിങ്ങൾ ഈ കാണുന്നതാണ് പൂമാല സിറ്റി. ഇത് മേത്തോട്ടിക്കുള്ള റോഡാണ്. അപ്പോൾ മേത്തോട്ടിക്കുള്ള വഴിയിൽ നമുക്ക് കാണാവുന്ന കാഴ്ചകളാണ് ഇതൊക്കെ. അപ്പോൾ ഇനി നമുക്ക് പൂമാലയിലെ ഇലക്ഷൻ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഡി കണക്ഷൻ എന്ന യൂട്യൂബ് ചാനൽ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. ആരും സ്കിപ്പ് ചെയ്യേണ്ട അവസാനം വീഡിയോ കാണണം. ഒരുപാട് സംഭവങ്ങളൊക്കെ കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് ബാക്കി സംസാരിക്കാം. ഹലോ കൂട്ടുകാരെ, അപ്പോൾ നമ്മളിത് പൂമാല മേത്തോട്ടി ബൂത്താണ് ഇതല്ലേ, മേത്തോട്ടി ബൂത്ത്. അപ്പോൾ ചേട്ടൻ്റെ പേരെങ്ങനെയാ? വിശാഖ്. ഇപ്പൊ എന്നാ പരിപാടി തന്നെ? അപ്പം ബൂത്തിലിരുന്ന് വരാനുള്ള ബാക്കിയുള്ള വോട്ടർമാരെ ഫോണിൽ വിളിക്കുക, എത്തിക്കാനുള്ള സംവിധാനങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തോണ്ടിരിക്കുന്നു. ഇപ്പൊ നിങ്ങളിപ്പോ ഡീൻ കുര്യാക്കോസിന് വേണ്ടി കോൺഗ്രസിന്റെ ബൂത്താണ് ഇത്. അപ്പൊ കോൺഗ്രസ് ബൂത്ത്. അപ്പൊ ചേച്ചിയുടെ പേരെങ്ങനെയാ? എന്റെ പേര് സൂസമ്മ. ഇവിടെ പേര്? എന്റെ പേര് സരി. ഇവിടെ തുളസി കടപ്പൽ. ഇത് പേര് പറഞ്ഞു? ഇത് നമ്മുടെ സുഹൃത്തുക്കളാട്ടോ, ഇവരെല്ലാവരും സുഹൃത്തുക്കളാണ്. ചേച്ചിയുടെ പേര്? ഉഷാമത്. അപ്പൊ ഇതാണ് നമ്മുടെ ഡീൻ കുര്യാക്കോസിന്റെ ബൂത്ത്. ഇത് വളരെ മനോഹരമായാണ് ഇവർ അലങ്കരിച്ചത്. ഇതിൽ അലങ്കാരപ്പണ ഇന്നലെ രാത്രിയൊക്കെ ഉണ്ടായിരുന്നു. രാത്രി 12 മണിയോടെ അതല്ലേ. എങ്ങനെയുണ്ടായിരുന്നു? കട്ടിപ്പണിയായിരുന്നു? ആൾക്കാർ സഹകരിക്കാൻ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നല്ലോ. പിന്നെ നമുക്ക് കോൺഗ്രസ് പ്രവർത്തകരുടെ ഊർജ്ജസ്വലമാണെന്നാണ് പറയുന്നത്. വൻ ശക്തിയാണ്. കോൺഗ്രസിന്റെ കോട്ടയാണ് പൂമാല. മേത്തോട്ടി പഞ്ചായത്ത് കോൺഗ്രസിന്റെയാണ് ഭരണം. ഓക്കെ. അപ്പൊ നമ്മള് ഈ പ്രാവശ്യം മെമ്പറായിട്ട് വീണ്ടും ഡീൻ കുര്യാക്കോസിനെ വിടുമെന്നാണ്. ഓക്കെയാണ് ഡീൻ? ഓക്കെയാണ്. ഓക്കെ. അപ്പൊ ഞാൻ അടുത്ത ബൂത്തോട്ട് പോയിട്ട് വരാം. അപ്പോൾ കൂട്ടുകാർ, ഇതാണ് ഇലക്ഷൻ. ഇനി നമുക്ക് BJPയുടെ ബൂത്തോട്ട് കൊണ്ടുവരാം. അവിടെ വളരെ ശുഷ്കിതമായ കാര്യങ്ങളാണ്. ഇവിടെ കണ്ടേ, നാട്ടുകാർ വോട്ട് ചെയ്യാൻ വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ സമയം ഒരു 5:30. അവസാന നിമിഷങ്ങളിലേക്ക്, അവസാന ലാപ്പിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ BJPയുടെ നമ്മുടെ സ്ഥാനാർത്ഥി സംഗീത വിശ്വനാഥനാണ്. സംഗീത വിശ്വനാഥനെ പറ്റി 2 വാക്ക് ചോദിക്കാൻ പറ്റും നോക്കാം. അപ്പോൾ എല്ലാ കൂട്ടുകാരും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. അതായത് പ്രധാനമന്ത്രിയുടെ സ്വച്ഛ് ഭാരത് മിഷൻ പ്രകാരം ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ തന്നെ ഇവിടെ പൂമാലിന് നല്ല മാതൃകയാണ് കാണിച്ചതല്ലേ. ഇപ്പോൾ ആ ചേട്ടനെ കാണിക്കുന്നുണ്ടല്ലോ, ഇത് മറ്റുള്ളവൻ്റെ പറമ്പിൽ സാധനം ഇടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അത് സംഭവം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതല്ലേ ഒട്ടും ഒറ്റ വേസ്റ്റ് പോലും ഇവിടെ ഇടാണ്ട് എല്ലാം ക്ലീനായിട്ട്, അതായത് ശുചിത്വ ഭാരതം സുന്ദര ഭാരതം എന്നാണ് നരേന്ദ്രമോദിജിയുടെ ആഹ്വാനം. അതനുസരിച്ചാണ് നിങ്ങളോട് ചെയ്യുന്നത് അല്ലേ? ഓക്കെ. അപ്പോൾ ഇതാണ് വേറെങ്ങനെ നാരായണൻ. ഇപ്പം എന്താ ചെയ്യണേ? കൂലിപ്പണിക്കാരനാണ്. ജോലി ചെയ്യുന്ന ശങ്കരനാരായണൻ കേന്ദ്ര സർക്കാരിന്റെ തൊഴിലുറപ്പ് ജോലി ചെയ്യുന്നതാണ്. കാരണം നമ്മൾ ആത്മാർത്ഥമായിട്ട് സർക്കാരിന് വേണ്ടി പണിയെടുക്കുന്ന ആളാണ്. അതെ തന്നെ, സർക്കാരിന് വേണ്ടി പണിയെടുക്കണം. ഓക്കെ. അല്ലാണ്ട് വേറെ ഒരു കേസായിട്ട് ഞങ്ങൾ പിടിക്കുക. ഓക്കെ. അപ്പൊ ഇതാണ് സ്വച്ഛ് ഭാരത് പദ്ധതിയുടെ ഭാഗമായി. ഇതല്ലേ ഒരു കുറച്ച് കഴിയുമ്പോൾ വന്ന് നോക്കുമ്പോൾ കാണാൻ ഇവിടെ ഫുള്ള് ക്ലീൻ ആയിരിക്കും അല്ലേ ചേച്ചി? ഓക്കെ. അപ്പോൾ ഇത് ഇവിടുത്തെ NDA BJP പ്രവർത്തകരുടെ ബൂത്താണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇത് തന്നെയല്ലേ, ഇവിടെ ഫുള്ള് ക്ലീനാണ്. ഇവിടെ കാര്യങ്ങളൊക്കെ സുന്ദര ഭാരതം ശുചിത്വ ഭരണം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ സംഭവം ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്ത ബൂത്തിലേക്ക് പോകാം. ഇത് BJPയുടെ ആയി, കോൺഗ്രസിൻ്റെ ആയി, ഇനി LDFന്റെ ബൂത്തിലോട്ട് പോകാം. അപ്പോൾ കൂട്ടുകാർ, ഇന്നലെ രാത്രിയിൽ ഇവിടുത്തെ നാട്ടുകാർ ഉറങ്ങിയിട്ടില്ല എന്നതിൻ്റെ ചോദ്യമാണ്. ഇത് കണ്ടില്ലേ, ഇതിങ്ങനെ മൊത്തം വലിച്ചു കിട്ടണമെങ്കിൽ നിസ്സാര കളിയല്ല. ഞാൻ ഈ വർക്കിനൊക്കെയാണ് ഇതാണ് കോൺഗ്രസിനെ ആണല്ലോ ശരി, LDFനാണല്ലോ ശരി. ഇതല്ലേ അതിശക്തമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നത്. മിസ്റ്റർ സനിൽ മാഷ്. ഓക്കെ. അപ്പം ആ പറഞ്ഞ് നമ്മുടെ സനിൽ മാഷിൻ്റെ വാക്ക് കിട്ടിയിട്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ LDFന്റെ ഇതല്ലേ ബൂത്താണ്, മേത്തോട്ടി ബൂത്താണ്. ഇവിടെ വർക്കുകളൊക്കെ എവിടെ ആയി? കഴിയാറായി. 6:30 അല്ലേ? എങ്ങനെയുണ്ട്? നമുക്ക് അനുകൂലമല്ല കാര്യങ്ങൾ? പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഞാനൊരു LDF പ്രവർത്തനം. എങ്ങനെയുണ്ട് രതീഷ്? എങ്ങനെയുണ്ട് കാര്യങ്ങൾ? ഇത് നമ്മുടെ സുഹൃത്താണ് അല്ലേ? പിന്നെ ചേട്ടൻ്റെ പേര്? മഹേഷ്. അങ്ങനെ ഇങ്ങനെ ഇവിടെ എല്ലാം നമ്മുടെ സുഹൃത്തുക്കളാണ്. ഇത് ഇവിടെ ചേട്ടൻ തന്നെ പരിപാടി. ചേട്ടൻ തന്നെ ഇത് അടുക്കി വെക്കാൻ പോകല്ലേ? അപ്പൊ നമ്മള് പരിപാടി കഴിഞ്ഞു. അപ്പൊ നമ്മൾ ഈ പ്രാവശ്യം അടുത്ത MP ജോയിസ് ജോർജ് ആയിരിക്കുമല്ലോ. ഓക്കെ. നമുക്കിന്റെ റിസൾട്ടിന് ഒന്ന് കാണാം അല്ലേ? ഓക്കെ, ശരി എന്നാ, ടാറ്റ.
ഇത് അടുത്ത ചേട്ടൻ, ഇത് നമ്മുടെ ഫയാസ് മോൻ, നമ്മുടെ ഏർവാടി, നമ്മുടെ അക്കുവിന്റെ പിതാജി. എങ്ങനെ എന്നാണ് വിശേഷമൊക്കെ? വോട്ടിന് ജയിച്ചിരിക്കുന്നു. ആര്? LDF? അല്ല പിന്നെ കോൺഫിഡൻസ്. ശരിയെന്നാ. അപ്പൊ കൂട്ടുകാരെ, ഇതാണ് ഇവിടുത്തെ നാട്ടുകാരോ. ഇത് നമ്മുടെ ബിനുച്ചേട്ടൻ. എന്നാണ് ഇലക്ഷനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായോ? എങ്ങനെയുണ്ടായിരുന്നു ഇലക്ഷൻ? ഇലക്ഷൻ ഈ പ്രാവശ്യം ആര് ജയിക്കും? ഞങ്ങള് കേന്ദ്രത്തിൽ BJP ജയിക്കും. കേന്ദ്രത്തിൽ BJP ജയിക്കും, ഉറപ്പാണ്. എന്തുകൊണ്ട് ജയിക്കും? എന്തുകൊണ്ട് ജയിക്കും? മികച്ചമായ ഭരണം കൊണ്ട്. മികച്ച ഭരണം കൊണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ചേട്ടന്റെ അഭിപ്രായം എന്താ? ചേട്ടന്റെ അഭിപ്രായം എന്താ? അഭിപ്രായമൊന്നുമില്ല. ആര് ജയിച്ചാലും ഒരഭിപ്രായമില്ല. നമുക്ക് നമ്മളെ പണിയെടുത്താലും നമുക്ക് കിട്ടുള്ളൂ, അത്രേ ഉള്ളൂ. ഓക്കെ ചേട്ടാ, പിന്നെ എന്നാണ്ട് നമ്മളിപ്പോ ഞണ്ടർക്കിക്ക് പോകേണ്ട ഒരു ദിവസം, ഞണ്ടർക്കിക്ക് പോകണം. ചേട്ടന്റെ പേരെന്ന് പറഞ്ഞു? ഇനി പേര് പറയുന്നില്ല. ഓക്കെ, പേരപ്പാ എന്നോട് വിശേഷമൊക്കെ? ഇലക്ഷനായിട്ട് എന്നാ പരിപാടി? മുറുക്കൊക്കെ കഴിഞ്ഞിട്ട് എന്നാ പരിപാടി? ഇലക്ഷന്റെ തണുത്തു. ഓക്കെ, അപ്പൊ ഇത് അവസാന നിമിഷങ്ങളാണ്. ആരാ ജയിച്ചെന്ന് വല്ലതും പറയാറായോ? ആരെങ്കിലും ജയിക്കുമല്ലോ എന്നുള്ളൊരു തോന്നലുണ്ട്. എന്നാലും കേന്ദ്രത്തിൽ ഭരണം വീണ്ടും BJPക്ക് തന്നെ കിട്ടും, ഉറപ്പാണ്. അങ്ങനെയാണ് ഇപ്പോഴത്തെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം വെച്ചാണ് ഇപ്പോൾ ഞാൻ പറയുന്നത്. ഓക്കെ. അപ്പൊ താങ്ക് യു. അപ്പൊ ഇതാണ് കൂട്ടുകാർ, ഇവിടുത്തെ നാട്ടുകാർ. ഇത് നമ്മൾ എന്നും വൈകിട്ട് ഇവിടെ ഒരു അന്തിച്ചർച്ച ഉള്ളതാണ്. പൂമാല നാട്ടുകാർ. ഇത് പൂമാല സിറ്റി. അപ്പൊ പൂമാല സിറ്റിയിൽ നിന്ന് നമ്മൾ അടുത്ത ബൂത്തിലേക്കുള്ള യാത്രയാണ്. ഇതാണ് ഇവിടുത്തെ ഇലക്ഷന്റെ അപ്ഡേറ്റ്സ്. അപ്പോൾ ഇതാണ് നമ്മുടെ പൂമാല ഇലക്ഷന്റെ ബൂത്തിലോട്ട് പോണ വഴി. ഇത് പൂമാല ഹയർ സെക്കൻഡറി സ്കൂളാണ്. നമുക്ക് അങ്ങോട്ട് ക്യാമറ ആയിട്ടാണ് അനുവാദമില്ലാത്ത. ഞാൻ ഇവിടെ നിന്ന് ജസ്റ്റ് സൂം ചെയ്യാം. പൂമാല സ്കൂളിൻ്റെ കൂടുതൽ വീഡിയോസ് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ടാവും. ഞാൻ ഷോർട്സ് ആയിട്ടൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഡെയിലി കളിക്കാനൊക്കെ പോകുന്ന ഗ്രൗണ്ടാണത്. ഇതാണ് പൂമാല സ്കൂൾ. അതാണ് നമ്മുടെ ഇലക്ഷൻ മെയിൻ ബൂത്ത്. ഇത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം പൂമാല. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഇലക്ഷൻ നടക്കുന്നത്. ഇതിപ്പോൾ ഇലക്ഷൻ തീരാറായതുകൊണ്ട് എല്ലാവരും ആളൊഴിഞ്ഞ പറമ്പായിക്കൊണ്ടിരിക്കുകയാണ് ഫ്രണ്ട്സ്. അപ്പോൾ കൂട്ടുകാരെ, നമ്മളങ്ങനെ ഇലക്ഷൻ അതിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പൂമാലിലൊരു ഞങ്ങൾ സ്വാമിക്കോല സിറ്റിയിലെ ശ്രീബുദ്ധൻ എന്ന് വിളിക്കപ്പെടുന്ന MC. എങ്ങനെയുണ്ട് കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 30,000-നും 20,000-നും ഇടയ്ക്ക് സഹാബ് ജോയ്സ് ജോർജ് ജയിച്ചിരിക്കും. കാരണം മനുഷ്യനെ അറിയുന്ന, മലമടക്കിനെ അറിയുന്ന മനുഷ്യനായ ആ സ്ഥാനാർത്ഥി കൃത്യമായി ജയിച്ചിരിക്കില്ലെങ്കിൽ ഈ ഇടുക്കി ജില്ലയിലെ വോട്ടർമാർ എല്ലാം വിഡ്ഢികളായി മാറും. അത് മാറാൻ ഇവിടുത്തെ വോട്ടർമാർ തയ്യാറില്ല. അതുകൊണ്ട് ജോയ്സ് ജോർജ് എന്ന് പറയുന്ന LDFന്റെ സ്ഥാനാർത്ഥി ചിറ്റിക, അരുവാൾ, നക്ഷത്രം എന്ന് പറയുന്ന ആ മനോഹരമായ ചിഹ്നത്തിൽ 30,000-നും 20,000-നും ഇടയ്ക്കുള്ള ഭൂരിപക്ഷത്തിൽ ജയിച്ചിരിക്കും. ഈ 1,70,000 വോട്ടൊക്കെ അതൊക്കെ അവിടെ എവിടെയൊക്കെ പറഞ്ഞാൽ മതി. അത് അവരുടെ ആത്മവിശ്വാസം വേണ്ടിയാണ് ഇവരോട് പറയാമെന്ന് മാത്രമേ ഉള്ളൂ. ഇതിൽ കൂടുതൽ കിട്ടിയവരുമുണ്ട്. അമേഠിയിൽ അതായത് രാഹുൽ ഗാന്ധി തോറ്റില്ലേ? തോറ്റു തീർച്ചയായിട്ടും. ഇന്ദിരാഗാന്ധി തോറ്റില്ലേ? അപ്പൊ പിന്നെ ജോയ്സ് ജോർജ് ഇവിടെ ജയിക്കാനെങ്കിൽ എന്താ പാടിരിക്കണം? അത് ശരിയാ. ഒരു നിയോജക മണ്ഡലത്തിൽ 10,000 വോട്ട് മറിഞ്ഞാൽ പോരെ, അതിന് 20,000 വോട്ട് മറിക്കാൻ വേണ്ടി ജനങ്ങൾ കാത്തിരിക്കുന്നു. ഒന്നും ചെയ്യാതെ ഉറങ്ങുന്ന ആ പയ്യനെ ജയിപ്പിക്കുമാരെങ്കിലും? ഇല്ല. കഴിഞ്ഞ തവണ നമ്മൾ തോറ്റത് നിസാര വോട്ടുകൾ. അത് ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം മാറി മറിയല്ലോ. വയനാട്ടിൽ നിന്ന് രാഹുൽ ഗാന്ധി ജയിക്കുകയും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുകയും 20 മണ്ഡലങ്ങൾ ജയിപ്പിച്ചാൽ ഏകദേശം ഒരു 5-10 കേന്ദ്രമന്ത്രിമാരെ കിട്ടുമെന്ന് കേരളത്തിലെ പാവപ്പെട്ട വോട്ടർമാരെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് കോൺഗ്രസ് കാണിച്ച അനീതിക്കും അക്രമത്തിനും എതിരെയുള്ള പോരാട്ടമായിരിക്കും ഈ പ്രാവശ്യത്തെ ഇലക്ഷൻ. ഓക്കെ, അതാണ് ഇത് പറഞ്ഞ നമ്മുടെ MC. മുഴുവൻ പേര് പറഞ്ഞേ? ഷാജു MC. ഓക്കെ. അപ്പൊ ഇതാണ് നമ്മുടെ MC ചേട്ടൻ. പിന്നെ ഇതാണ് നമ്മുടെ LDFന്റെ ബൂത്താണ്. ഇത് വിജനപ്പിച്ച സ്ഥലം കണ്ടില്ലേ? ആരുമില്ല, കുടം മാത്രം. ഓക്കെ, അപ്പൊ ഇതാണ് കൈപ്പത്തിയുടെ. അങ്ങോട്ട് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് LDFന്റെ നോക്കാം. അറിയാം, സഖാക്കന്മാരാണ് ഇത്. നമ്മുടെ LDF പ്രവർത്തകരാണ് നിൽക്കുന്നത്. ഓക്കെ, ഇതൊക്കെ LDF പ്രവർത്തകരാണ്. വാസുചേട്ടൻ എങ്ങനെയുണ്ട് നമ്മുടെ ഇലക്ഷനൊക്കെ? ഉഷാറല്ലേ? നല്ല രീതിക്ക് പോകുന്നു. നല്ല രീതി. എങ്ങനെയുണ്ട് വരപ്പാ? അല്ല പിന്നെ നമ്മള് മുതലാളിമാരാ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ സഖാക്കന്മാര്.
സഖാവ് ബിജു കോൺഗ്രസ് എസിന്റെ പ്രധാന പ്രവർത്തകനാണ് ഇവിടുത്തെ. എങ്ങനെയുണ്ട് കാര്യങ്ങൾ? നമുക്ക് അനുകൂലമാണ്. ക്ഷീണിച്ച് ഉറക്കം വന്നിരിക്കുന്നതാണ് നമ്മൾ ഉഷാറില്ലാത്ത, അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര ഉഷാറല്ലേ? ഓക്കെ ഓക്കെ ശരി. എന്നാൽ അപ്പോൾ ഇങ്ങനെ പോയത് നമ്മുടെ മച്ചാന്മാര് നമ്മളെ ഉഷാറായിട്ടിരിക്കും. ഇത് നമ്മുടെ ആസ്ഥാന കുക്കാണ് ഇവിടുത്തെ. കുക്ക് മാത്രമല്ല, എല്ലാ പരിപാടിക്കും നമ്മുടെ ഇവിടെ സപ്പോർട്ട് ചെയ്യുന്ന ചേട്ടനാണ്. ചേട്ടൻ്റെ പേരൊന്നും പറഞ്ഞേ? പൊന്നപ്പൻ. പൊന്നപ്പൻ ചേട്ടൻ. പിന്നെ ഇത് നമ്മുടെ മച്ചാൻ, ഇത് നമ്മുടെ ചേട്ടായി, ഇത് നമ്മുടെ ഇവിടുത്തെ പ്രവർത്തനമാണ്. ഇതുണ്ട് ഇവിടെ മൊത്തം തിരക്കാട്ടോ. മൊത്തത്തിൽ അതെ. സഖാവ് എന്നാണ്ട് വിശേഷമൊക്കെ? നല്ലത്. എന്നാണ്ട് വിശേഷമൊക്കെ? ജോയ്സ് ജോർജ് 1,36,000 വോട്ടിന് ജയിക്കും. ജോയ്സ് ജോർജ് ജയിക്കും. പിന്നെ ശക്തനും നേതാവുമായ സജി കോര പറഞ്ഞു നിൽക്കുന്നു. പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞോണ്ടിരിക്കണം. കോൺഗ്രസിന്റെ ഡീൻ കുര്യാക്കോസ് 1,30,000 വോട്ടിന് ഇടുക്കി ജില്ലയിൽ നിന്ന് ജയിക്കും. അത് സജി കോര, കേരള കോൺഗ്രസ് മണ്ഡലം ജനറൽ സെക്രട്ടറി പറയുകയാണ്. 1,36,000 വോട്ടിന് ഡീൻ കുര്യാക്കോസ് ഈ പ്രാവശ്യം വീണ്ടും MP ആകുമെന്നാണ് നിങ്ങളുടെ വിശ്വാസം? പുള്ളി സഹമന്ത്രിയാവും. ഓക്കെ. ഇത് പറയുന്നതാണ് സജി കോര, ഇവിടുത്തെ മെയിൻ നടക്കൂല. അതായത് കേരള കോൺഗ്രസിന്റെ പി ജെ ജോസഫിന്റെ അനുയായിയായി അവൻ പറഞ്ഞിരിക്കുന്നത് കോട്ടയത്ത് ഫ്രാൻസിസ് ജോർജ് ജയിച്ച് കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയായിട്ട് വരും.